മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ ആത്മാവിനെ എടുത്തു മാറ്റരുതേ. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ ദുരന്തം ദാവീദ് തൻ്റെ ജീവിതത്തിൽ കണ്ടവനാണ്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന സാവൂള് പരിശുദ്ധാത്മാവിന്റെ അഭിഷിക്തനായിരുന്നു. എന്നാൽ തനിക്ക് ലഭ്യമായ ഈ അഭിഷേകം കാത്തു സൂക്ഷിക്കാതെ സാവൂളിന്റെ അവസാനം എന്തുമാത്രം വലിയ ദുരന്തമായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്ത് സ്വയം നശിക്കുകയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ദാവീദ് കർത്താവിനോട് പറയാ, കർത്താവേ, ഞാൻ ഇസ്രായേൽ മുഴുവന്റെ രാജാവാണ്. ഈ സമയം എൻ്റെ രാജസ്ഥാനമോ എൻ്റെ മറ്റു പദവികളോ എൻ്റെ ആരോഗ്യമോ എൻ്റെ സമ്പത്തോ എൻ്റെ പ്രശസ്തിയോ എൻ്റെ സ്വാധീനമോ എടുത്തുപോയാലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റരുത് കർത്താവേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയും ഇത് തന്നെയായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, മറ്റൊന്നും തന്നെ ഇല്ലെങ്കിലും അതെല്ലാം താനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ സുപ്രീം പ്രയോറിറ്റി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ ഒരു ബോധ്യത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളാകണം. നമ്മുടെ തലമുറ പരിശുദ്ധാത്മാവിന്റെ തലമുറയായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകണം. നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ മിനിസ്ട്രികളും നമ്മുടെ സഭാ സമൂഹങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീ കത്തണം. ഈ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ഹൃദയം നുറുക്കി അങ്ങ് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം കർത്താവ് തരുന്ന ഈ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എല്ലാ സങ്കടങ്ങളും അങ്ങ് മാറട്ടെ. നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ വരണമേ, ഞങ്ങളുടെ മേൽ വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ, സഭാ സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ, സഭാ സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ. ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞങ്ങ് പാടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങളെല്ലാം ഹോളി സ്പിരിറ്റ് ഏറ്റെടുക്കുകയാണ്. ഇനി ആരും സങ്കടപ്പെട്ടിരിക്കരുത്. നമ്മുടെ ദുഃഖഭാരങ്ങള്, മനസ്സിന്റെ ആകുലതകളെല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ, വളരെ ഫ്രീ ആയി, ആത്മനിറവിൽ നമ്മൾ കരമടിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൃപ കൊണ്ട് മൂടണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ. കം കം ഹോളി സ്പിരിറ്റ്. കരമടിച്ചു പാടുന്നു.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കം ഹോളി സ്പിരിറ്റ്, വരിക പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി, സ്പിരിറ്റ് ഓഫ് പവറായി വരണമേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അറിയുന്നവനാണല്ലോ. ആത്മശക്തി ഞങ്ങൾക്ക് അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. ആമേൻ ആമേൻ. ഒരു പുതിയ തീ അയക്കണമേ ലോകം മുഴുവനിലും. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങൾ ഉയർത്തിയടിച്ചു പാടുന്നു. പരിശുദ്ധാത്മാവേ ഓ പവർ പവർ ശക്തി പകർന്നിടണേ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ പവർ പവർ നൽകണമേ, പവർ നൽകണമേ, ശക്തി പകർന്നിടണേ. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് ശക്തി പകരണമേ, ശക്തി പകർന്നിടണേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, കർത്താവ് പകരുന്ന ആത്മശക്തി ഏറ്റെടുക്കുവാൻ നമ്മൾ ഉച്ചസ്വരത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ. ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളെ ദൈവശക്തിയാൽ പുതുക്കണമേ, ആത്മശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങളാൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപ പൈശാചിക ആധിപത്യ ശക്തികളെ പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ. സാത്താൻ കോട്ടകളെ തകർക്കണമേ. കുടുംബങ്ങളെ കലക്കുവാൻ പരിശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ ഛിന്നഭിന്നമാക്കണമേ. പരിശുദ്ധാത്മാവേ കുടുംബങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. അങ്ങ് അധിവസിക്കുന്ന കുടുംബങ്ങളായി ഓരോ കുടുംബവും രൂപപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ വളരാൻ, വിശ്വസ്തതയിൽ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പവർ പവർ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകണമേ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ, കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുവാൻ, ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയുക. ആവശ്യമായ വചനം തന്നു ഈ സമയം ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധമേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ഞങ്ങളേവരും ആത്മശക്തിയിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് പവറാണ്, ശക്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രകടമായ തെളിവെന്ന് പറയുന്നത് ശക്തിയാണ്, പവർ. ഇത് നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം
8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ വ്യക്തി ദൈവശക്തിയാൽ നിറയപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തിയുടെ അടയാളമാണ്. യെശയ്യാ പ്രവചനത്തിൽ ഇതിനുള്ള ബന്ധം നമുക്ക് കാണുവാൻ കഴിയും. 11-ാം അധ്യായം 2-ാം വചനം. അവിടെ ഭാവി രാജാവിനെ കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് പവർ എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ശക്തിയുടെ ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? ശക്തിയുടെ ആത്മാവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ, കൂട്ടായ്മയിൽ, മിനിസ്ട്രിയിൽ, സഭാ സമൂഹത്തിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിച്ചാലും അവിടെ ദൈവശക്തിയുടെ വെളിപ്പെടലുണ്ടാകുന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ ജനം പുതുക്കപ്പെടുന്നതായി എത്രയോ ഭാഗങ്ങളിൽ നമുക്ക് വേദപുസ്തകത്തിൽ ഇത് കാണാൻ പറ്റും. അപ്പോസ്തലപ്രവർത്തനം 2:4 വാ. പരിശുദ്ധമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യ സമൂഹം പെന്തക്കോസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം 2-ാം അധ്യായം 4-ാം വചനം പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ കാറ്റായി ഹോളി സ്പിരിറ്റ് ആഞ്ഞടിച്ചു. അവരെല്ലാവരും ആത്മശക്തിയിൽ നിറയപ്പെടുകയാണ്. ഈ സമയം എന്താ അവിടെ സംഭവിച്ചത്? യഹൂദരെ ഭയന്ന് കഥകടച്ച് വളരെ അസ്വസ്ഥപ്പെട്ട് ഭയചകിതരായി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമൂഹത്തിലേക്കാണ് ഹോളി സ്പിരിറ്റ് വന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റും, പത്രോസ്ലിഹായുടെ ഭയം വിശ്വാസമായി രൂപാന്തരപ്പെട്ടു. ശക്തിയുടെ ആത്മാവിനാൽ വിശുദ്ധ പത്രോസ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭയം വിശ്വാസമായി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:14 താൻ ആരെയാണ് ഭയപ്പെട്ടിരുന്നത് ആ ജനസമൂഹത്തിന് മുൻപിൽ വന്ന് ധീരതയോടെ കർത്താവിൻ്റെ സുവിശേഷം പത്രോസ്ലിഹ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനമധ്യെ പരിവർത്തിക്കാൻ തുടങ്ങി. ഈ വചനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ആയിരങ്ങളെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അങ്ങ് നുറുക്കി വാവിട്ട് കരയാൻ തുടങ്ങി ജനം. അവർ വിളിച്ചു പറഞ്ഞു, വാട്ട് ഷാൽ വി ഡു? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് വെറും ഒരു മിഥ്യയല്ല. പരിശുദ്ധാത്മാവ് ഒരു കെട്ടുകഥയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മുത്തശ്ശി കഥ പോലെ തള്ളിക്കളയാനുള്ളൊരു വിഷയമല്ല. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ ശക്തിയുടെ ആത്മാവാണ്. അവൻ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം ദൈവശക്തിയുടെ വെളിപ്പെടലുണ്ടാകുന്നു. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാമത്തെ വചനം. ഏറെ നാൾ അവർ അവിടെ താമസിച്ചു, കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയാണ്. പ്രതികൂല സാഹചര്യത്തിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള അനുകൂല സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആത്മാവിൻ്റെ ശക്തിയാൽ ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയാണ്. തുറന്നുള്ള വചനങ്ങൾ ശ്രദ്ധിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കർത്താവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. എത്ര പവർഫുള്ളാണ് ഈ വചനം! ജീസസ് തൻ്റെ കൃപയുടെ വചനത്തിന് കർത്താവ് സാക്ഷ്യം നൽകുകയാണ്. എപ്പോൾ? അവർ ധൈര്യപൂർവം ശക്തിയോടെ കർത്താവിനെ പ്രഘോഷിച്ചപ്പോൾ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുന്നത്, തെസ്സലോനിക്കാർക്ക് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത്
ഒരു അബദ്ധമായ സിദ്ധാന്തത്തിൽ നിന്നല്ല, തനിമൊരു മണ്ണാങ്കട്ടയുള്ള അല്ലെങ്കിൽ ഒരു ഫിലോസഫിയിൽ നിന്നോ മനുഷ്യൻ്റെ ആത്മാവിനെ നിർജീവിതത്തിലേക്ക് നയിക്കുന്ന അനാവശ്യമായ തത്വചിന്തകളിൽ നിന്നല്ല ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത്. പരിശുദ്ധാത്മാവിലും അവിടുത്തെ ശക്തിയിലുമാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത്. അപ്പം ശക്തി ആവർത്തിച്ച് വേദവസം പറയാണ്, എവിടെയെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പവർ, ശക്തി. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ശക്തി, ദൈവത്തിൻ്റെ ശക്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വേണ്ടത് ഈ ശക്തിയാണ്. നമ്മൾ എന്തുമാത്രം തീരുമാനം എടുത്തവരെ പ്രിയപ്പെട്ടവരെ. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതിലൊക്കെ വീണു പോകുന്ന കാരണം എടുത്ത തീരുമാനങ്ങളിൽ ബലത്തോടെ നിൽക്കുവാനുള്ള പവർ നമുക്കില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ കൃത്യതയോടെ വിശ്വസ്തയോടെ നമുക്ക് മുന്നേറണമെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവായി നമ്മളിൽ നിറയണം. ശക്തിയുടെ ആത്മാവ്. നമ്മൾ വേദപുസ്തകത്തിലോട്ട് വരിക. സാംസനെ കുറിച്ച് എന്താ പരിശുദ്ധാത്മ സാക്ഷ്യം നൽകുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. സാംസന്റെ ജനനം പ്രത്യേകം ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ്. ദൈവജനത്തിൻ്റെ കണ്ണീര് കണ്ട്, കഷ്ടപ്പാട് കണ്ട് അവരെ അടിമത്തത്തിൽ നിന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായി നിയോഗം നൽകി സാംസനെ ഇതാ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഓരോ വ്യക്തിയെയും കർത്താവ് ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് കൃത്യമായ പദ്ധതിയുണ്ട്. ഒരു പർപ്പസോട് കൂടിയാണ് കർത്താവ് നമുക്കിവിടെ ജന്മം തരുന്നത്. അപ്പോൾ സാംസനെ കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു? ദൈവജനത്തിൻ്റെ പുനരുദ്ധാരകനായി, ദൈവജനത്തിന് വിമോചകനായി ദൈവം സാംസനെ അങ്ങ് നൽകുകയാണ്. പ്രത്യേകമായ ഒരു വിളി അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനായിരുന്നു. അവൻ കർത്താവിൻ്റെ സമർപ്പിതനായിരുന്നു. ജീവിതകാലം മുഴുവൻ അതുകൊണ്ട് അവൻ നാസിർ വ്രതക്കാരനായിരുന്നു. വീഞ്ഞു മറ്റ് ലഹരി പാനീയങ്ങൾ അവൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടാൻ അനുവാദമില്ലായിരുന്നു. ഇങ്ങനെ ചില വ്യവസ്ഥകൾ, നിബന്ധനകളൊക്കെ കർത്താവ് പ്രത്യേകം സാംസന്റെ അപ്പനോട് അമ്മയും അറിയിച്ചിരുന്നു. ഇവിടെ വചനം പറയാണ്, മഹനോദനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ മറ്റൊരു വേർഷനിൽ കാണുന്നത് കർത്താവിൻ്റെ ആത്മാവ് സാംസനെ ഇളക്കാൻ തുടങ്ങി, അവനെ ചലിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. അവനെ ഇളക്കാൻ തുടങ്ങിക്കൊണ്ടു. അവനെ കൂടുതൽ അങ്ങ് ഉജ്ജ്വലിപ്പിക്കുകയാണ് കർത്താവിൻ്റെ മിഷന് വേണ്ടി. താൻ എന്തിനാണോ സാംസനെ നിയോഗിച്ചിരിക്കുന്നത് ആ ദൗത്യത്തിന് വേണ്ടി ഹോളി സ്പിരിറ്റ് സാംസൺ അങ്ങ് ജ്വലിപ്പിക്കുകയാണ്. അവനെ അങ്ങ് പുഷ് ചെയ്യുകയാണ്, അവനെ അങ്ങ് ചലിപ്പിക്കുകയാണ്. ഇതിന് ഫലമായി എന്ത് സംഭവിച്ചു? 14, 15, 16 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. സാംസന്റെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവായി ജനത്തിൻ്റെ മധ്യേ വെളിപ്പെടുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ ചെയ്യാൻ കഴിയാത്ത അമാനുഷികമായ കാര്യങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന പോലെ സാംസൺ ഇങ്ങനെ ഒരു രാക്ഷസനെ പോലെ ഒരു 10 അടി ഉയരം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മസല്, അങ്ങനെയുള്ള വലിയൊരു രാക്ഷസ തുല്യനായ ഒരു വ്യക്തി ഇതായിരുന്നു. സാധാരണക്കാരനായിരുന്നു. നമ്മൾ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ബലത്തിൻ്റെ ആത്മാവായിട്ടിരുന്നു. അതായിരുന്നു അവൻ്റെ ശക്തിയുടെ രഹസ്യം. ഹോളി സ്പിരിറ്റ് ആയിരുന്നു അവൻ്റെ ശക്തിയുടെ രഹസ്യം. 15-ാം അധ്യായം 4-ാം വചനത്തിൽ പറയാണ്, അങ്ങനെ സാംസൺ വിവാഹം കഴിക്കുന്നതൊക്കെ നമ്മളതിൽ കാണുന്നുണ്ട്. നിങ്ങളത് വായിക്കണം. വായിക്കുമ്പോൾ അത് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. എന്നാൽ തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ വീട്ടുകാരെ അവളെ കാണുവാൻ സാംസൺ അനുവദിച്ചില്ല. ഇതിൽ അരിശം കൊണ്ട് സാംസൺ എന്ത് ചെയ്തു എന്നറിയോ? 300 കുറുനരികളെ പിടിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ 300 കുറുനരികളെ എങ്ങനെ പിടിക്കാനാ? ഒരു ശക്തമായി ഓടുന്നവയാ. സാംസന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് അങ്ങ് വന്നു. സാംസൺ 300 കുറുനരികളെ പിടിച്ച് കെട്ടുക, അവരെ പിടിക്കുകയാണ്. ഒരുമിച്ച് അങ്ങ് പിടിച്ച് നിർത്തുകയാണ്. എന്നാ പവറായിരിക്കും അപ്പോൾ. 2 എണ്ണത്തിന് ഇങ്ങനെ വാലോട് വാൽ ചേർത്ത് കൂട്ടിക്കെട്ടി തീ കൊളുത്തി ഫിലിസ്തരുടെ വയലുകളിലേക്ക് അങ്ങ് വിടുകയാണ്. അങ്ങനെ അവിടെ വയലുകളൊക്കെ നശിച്ചു പോയി. ഫിലിസ്തർക്ക് അരിശം വന്നു. സാംസനെ വകവരുത്താൻ അവർ തക്കം പാർത്തിരിക്കുകയാണ്. ഈ സമയത്ത് അവർ സാംസനെ കണ്ടുപിടിച്ചു.
സാംസനെ കണ്ടുപിടിച്ച സമയത്ത് ഇവരിങ്ങനെ സ്നേഹമൊക്കെ നടിച്ച് സ്നേഹം ഭാവിച്ച് സാംസനെ തങ്ങൾ അരികിലേക്ക് കൊണ്ടുവന്നു. ഈ സമയത്ത് അവരെന്താ ചെയ്തെന്ന് പറയും, വലിയ 2 കമ്പക്കയറ് കൊണ്ട്, ഈ ആനയൊക്കെ കിട്ടുന്ന കയറ് കണ്ടിട്ടില്ല നമ്മൾ, അതുപോലത്തെ വലിയ കമ്പക്കയറാന്ന് എനിക്ക് തോന്നണേ. ആ കമ്പക്കയറ് കൊണ്ട് സാംസനങ്ങ് കെട്ടി വരിഞ്ഞു മുറുക്കി. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 13-14 വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചനം വെളിപ്പെടുത്തുന്നു. ലേഹിയിലെത്തിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ! അതാണ് ഹോളി സ്പിരിറ്റിന്റെ പവർ. ശക്തിയോടെ സാംസന്റെ മേൽ അങ്ങ് വരികയാണ്. ഈ കമ്പക്കയറ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ചണനൂൽ പോലെയായി അത് കരിഞ്ഞ്, വചനം പറയാണ്, അത് അറ്റു വീണു. അവനെ ബന്ധിച്ച സകല കെട്ടുകളും പടപടാന്ന് പൊട്ടിപ്പോയി. പപ്പടം പൊടിയുന്നത് പോലെ പടപടപടാന്ന് അങ്ങ് പൊട്ടിപ്പോവുകയാണ്. ആ വലിയ കമ്പക്കയറ് അത് ചണനൂൽ പോലെ കരിഞ്ഞു പോയി. ഹോളി സ്പിരിറ്റ് അങ്ങ് പ്രവർത്തിച്ചു പോയി. എൻ്റെ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പൈശാചിക കെട്ടുകൾ, നമ്മുടെ മേലുള്ള നാരകീയ നുഖങ്ങൾ, അതെല്ലാം തന്നെ ഒടിഞ്ഞു പോകും. നമ്മുടെ കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. അതിന്മേലുള്ള പൈശാചിക പോരുകൾ, അതിന്മേലുള്ള ഇരുട്ടിൻ്റെ വ്യാപാരത്തിൻ്റെ ശക്തികൾ, അതിന്മേലുള്ള സാത്താൻ്റെ കരങ്ങൾ എല്ലാം അങ്ങ് തകർക്കപ്പെടുകയാണ്. അവിടെ ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണം അങ്ങ് വരികയാണ്. എന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ആ കയറൊക്കെ അറ്റു വീണു. പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യം വേണോ എൻ്റെ സഹോദര സഹോദരി? ഹോളി സ്പിരിറ്റിൻ്റെ സ്വാതന്ത്ര്യം വേണോ? പരിശുദ്ധാത്മാവ് നൽകുന്ന രക്ഷയുടെ ആനന്ദം വേണോ? നമ്മൾ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി വരണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി വരണമേ. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചൊരു 3 പ്രാവശ്യം ചങ്ക് പൊട്ടി ശക്തിയുടെ ആത്മാവായി നിറയാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെ, തൊഴിൽ മേഖലകൾക്ക് നേരെ, തലമുറകളുടെ മേലെ പിശാച് കെട്ടിവെച്ച സകല ബന്ധന കെട്ടുകളും ഈ സമയം അറ്റുപോകുവാൻ, അഴിഞ്ഞു പോകുവാൻ വിശ്വാസത്തോടെ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഹോളി സ്പിരിറ്റ് വരിക, വരിക, വരിക. പരിശുദ്ധാത്മാവേ, സ്പിരിറ്റ് ഓഫ് പവറായി ഹോ ഞങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഏറ്റെടുത്ത് അങ്ങ് പ്രാർത്ഥിക്കണം. ആത്മാവ് ഇടപെടുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. ചാണനൂൽ പോലെയായി 16-ാം വചനം നിങ്ങൾ വായിക്കും. ആ സമയത്താണ് ചത്തുപോയ ഒരു കഴുതിയുടെ താടിയിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. കഴുതിയുടെ താടിയല് അത് ദുർബലമായ ഒരു വസ്തുവാണ്. ഈ ദുർബലമായ താടിയല് കൊണ്ട് അതിനുമേൽ പരിശുദ്ധാത്മന്റെ പവർ അങ്ങ് വന്നു. പരിശുദ്ധാത്മന്റെ ശക്തി വന്ന എത്ര ദുർബലമായ വസ്തുവും അതങ്ങ് തീപന്തമായി ഏറ്റവും പവർഫുള്ളായ വെപ്പണായിട്ട് അങ്ങ് മാറും. ഏറ്റവും ശക്തിയുള്ള ഒരു ആയുധമായിട്ട് മാറും. ഈ ദുർബലമായ താടിയല് വളരെ പവർഫുള്ളായ വെപ്പണായി ആ ഒരൊറ്റ താടിയല് കൊണ്ട് 1000 ഫിലിസ്തരെ സാംസൺ കൊന്നെടുക്കുകയാണ്. പിന്നീട് നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ന്റെ 3 വരണം. അവിടെ സാംസൺ അതിരാവിലെ എഴുന്നേറ്റ് അവൻ പട്ടണത്തിലേക്ക് പോയിട്ട് അങ്ങനെ അരിശം വരികയാണ്. ഈ ഫിലിസ്തർ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ട് സാംസൺ എന്ത് ചെയ്തു എന്നറിയോ? ആ പട്ടണ പടിപ്പുറയുടെ വാതില് കട്ടിള കാലോടുകൂടി പറിച്ചെടുക്കുക. 1000 കിലോ ഭാരം വരും. സിറ്റി ഗേറ്റ്, ആ ഗേറ്റ് പട്ടണ പടിപ്പുറയുടെ ആ വാതില് കട്ടിളകാലോട് പറിച്ചെടുത്ത് തൻ്റെ തോളിൽ വെച്ച് ഹെബ്രോണിലുള്ള മലമുകളിലേക്ക് സാംസൺ അങ്ങ് നടന്നു കയറി. വളരെ കൂളായിട്ട്. നമ്മൾ ഒരു കിലോ ഒരു ചെറിയൊരു ഭാരം എടുത്ത് കൊണ്ടുപോണ പോലെയാണ് 1000 കിലോ ഭാരമുള്ള സിറ്റി ഗേറ്റ് തൻ്റെ തോളിൽ വെച്ച് വളരെ കൂളായിട്ട് സാംസൺ അങ്ങ് പോവുക. അതാണ് ശക്തിയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം. വീണ്ടും നമ്മൾ 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് 5-6 വചനങ്ങൾ. അവിടെ സിംഹത്തെ ആട്ടിൻകുട്ടി എന്ന പോലെ സാംസൺ അങ്ങ് ചീന്തിക്കളയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ, പാപം നിറഞ്ഞ കാലഘട്ടത്തിൽ, എല്ലാവിധ ദുഷിപ്പും വക്രതയും നിറഞ്ഞ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, കുറ്റമറ്റ
ശക്തിയുടെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം. നമ്മുടെ മിനിസ്ട്രികൾ വളരെ പവർഫുൾ ആകണോ. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിലൂടെ ജനത്തിന് ദൈവശക്തി അനുഭവിക്കാൻ പറ്റണോ. ശക്തിയുടെ ആത്മാവ് വെളിപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിലെല്ലാം ഒരുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവായിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും മുട്ടുകുത്തി ചങ്ക് പൊട്ടി നിങ്ങൾ കൈവരിച്ച് ഒരു 15 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവായി നിറയണമേ. പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവായി നിറയണമേ. മടുപ്പ് മാറും, ക്ഷീണം മാറും. എത്ര പേരാ വയ്യ എപ്പോഴും ക്ഷീണം, എപ്പോഴും തളർച്ച, എന്ന് കിടന്നാൽ മതി. ഇനി എന്തോരം കിടന്നാലും ക്ഷീണം മാറുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഉണർവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശക്തിയുടെ ആത്മാവിനാൽ അങ്ങ് നിറയുമ്പോഴുണ്ടല്ലോ ക്ഷീണം മാറും. അതൊക്കെ ഒരു തരത്തിൽ പൈശാചിക പീഡയാണ്. ആ പീഡകൾ വിട്ടുപോകും, ആ പീഡയുടെ കയറുകൾ അറ്റുവീഴും. കർത്താവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പുതുക്കപ്പെടും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ മക്കളിൽ, തലമുറകളിൽ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ, തൊഴിൽ മണ്ഡലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവായി പ്രവർത്തിക്കുവാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. അടങ്ങാത്ത ആഗ്രഹത്തോടെ നമ്മൾ നിലവിളിച്ചങ്ങ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ദൈവശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മടുപ്പ്, ക്ഷീണം, തളർച്ച, എപ്പോഴും ഞങ്ങൾക്ക് വയ്യ എന്നൊരു ചിന്ത, എത്ര കിടന്നാലും ക്ഷീണം മാറാത്ത അവസ്ഥ, പരിശുദ്ധാത്മാവേ ഈ പൈശാചിക പീഡകളെ എല്ലാം പൊട്ടിച്ചു കളഞ്ഞ് കർത്താവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്വരം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 ശക്തിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. അന്ധകാര ബന്ധനങ്ങള്, പൈശാചിക കെട്ടുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, നാരകീയ പോരാട്ടങ്ങള്, അന്ധകാരാധിപത്യ ശക്തികള് ദൈവ ശക്തിയാലെ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തി ജീവിതങ്ങള്, കുടുംബങ്ങള്, കൂട്ടായ്മകള്, സഭാ സമൂഹങ്ങള്, തലമുറകള് ദൈവ ശക്തിയാൽ പുതുക്കപ്പെടട്ടെ. എല്ലാ മേഖലകളിലും കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറച്ചതിനായി, ഞങ്ങളെ പുതുക്കിയതിനായി, ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി, ഞങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തതിനായി നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ ബലം കൊണ്ട് നിറച്ച കർത്താവേ, ഞങ്ങളുടെ കാരുണ്യം കാണിച്ച കർത്താവേ, നന്ദി നന്ദി നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരും കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ